ഒരു ഭരണസമിതിക്ക് ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പാകെ ചില ആവശ്യങ്ങൾ വയ്ക്കുമ്പോൾ ഒരു പ്രോജക്റ്റ് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് നടപ്പിലാക്കുമ്പോൾ സജസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇവിടുത്തെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് 15 ദിവസമാണ് ഞങ്ങൾക്ക് സമയം കിട്ടിയത്. 10 ദിവസം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിന്റെ പുറകിലായിരുന്നു എല്ലാവരും. ഈ പ്രായോഗിക യാഥാർത്ഥ്യവും കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കണമല്ലോ. ഇല്ല, ഒരു തടസ്സവുമില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇഷ്യൂസും ഞങ്ങൾ ഇവിടുത്തെ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെ തിരുവനന്തപുരത്തിന്റെ സാധ്യതകളും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഞങ്ങൾ ധരിപ്പിക്കും അദ്ദേഹത്തെ. ഏത് ഗവൺമെന്റ്? അതാണ്, അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ പറയാം, ചില കാര്യങ്ങൾ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി സംസാരിക്കേണ്ട ഞങ്ങൾ 3 തവണ കണ്ടിരുന്നു. പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് വിവിധ പരിപാടികളുടെ ഇടയിലാണ് കാണാൻ പറ്റിയത്. ബഹുമാനപ്പെട്ട എം പി രാജേഷ് മന്ത്രിയെ കാണാൻ പറ്റിയത്. ഡീറ്റെയിൽ ആയിട്ട് കാണാനുള്ള സമയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാണാം എന്നാണ് ഞങ്ങൾ തമ്മിൽ ധാരണയായിരുന്നത്. പക്ഷേ നാളെ പ്രധാനമന്ത്രിയുടെ തിരക്ക് കുറച്ച് കൂടുതലായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. കാണാനുണ്ട്. മുഖ്യമന്ത്രി ഒരു തവണ കണ്ടു. അന്ന് തന്നെ മുഖ്യമന്ത്രി ചില നിർദ്ദേശങ്ങൾ, ചില അഡ്വൈസുകൾ തന്നിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായിട്ടും സുരേഷ് ഗോപിയായിട്ട് സംസാരിച്ചു. മുഖ്യമന്ത്രി തന്ന അഡ്വൈസിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ. ഇപ്പോ ഇങ്ങനെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി. ഈ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന് ഈ ഒളിമ്പിക്സ് ഞാൻ പറയാം. ഇപ്പൊ ഇന്നലെയും ഇന്നും ഞാൻ അതിൽ ഡീറ്റെയിൽ പറയാം. ഇന്നലെയും ഇന്നും ഇന്നലെ ജലശക്തി മന്ത്രാലയത്തിൽ നിന്നുള്ള കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നിരുന്നു. സെക്രട്ടറിയും മേയറുമായിട്ട് വിശദമായി ചർച്ച ചെയ്തു. 2 മണിക്കൂർ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ആ മന്ത്രാലയത്തിന് ഏതൊക്കെ കാര്യങ്ങളിൽ ഏതൊക്കെ പ്രോജക്റ്റിൽ ഇടപെടാൻ സാധിക്കും എന്നുള്ള ചർച്ച 2 മണിക്കൂർ ഇന്നലെ മേയറുടെ ചേംബറിൽ നടന്നിരുന്നു. ഇന്ന് 3 മണി മുതൽ 4 മണി വരെ ഖേലോ ഇന്ത്യ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയനും മേയറും സെക്രട്ടറിയും ആ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതിനിധി ഉൾപ്പെടെ 1 മണിക്കൂർ ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു. ഈ പോയിന്റുകളൊക്കെ തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ സംസ്ഥാന സർക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തൃശ്ശൂരായിരുന്നു. ഞങ്ങൾക്ക് തൃശ്ശൂർ വെച്ച് കാണാൻ പറ്റിയില്ല. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരത്ത് ഞങ്ങൾ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉത്തരം പറയാം. അതിന് ചോദിച്ചു ഞാൻ പറയാം. 2036 ഒളിമ്പിക്സ് ഇന്ത്യയിൽ നടക്കുമ്പോൾ അതിൽ ഒരിനം തിരുവനന്തപുരത്ത് വച്ച് നടത്താൻ സാധിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞങ്ങൾ വളരെ കൂടുതൽ ഉറച്ചു നിൽക്കുന്നു മാത്രമേ ഞങ്ങൾ മുമ്പോട്ടേ പോയിട്ടുള്ളൂ. 11 വർഷം ഇപ്പൊ കുറയ്ക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കില്ലല്ലോ. അല്ല, 11 വർഷം ഇപ്പൊ ചുരുക്കാൻ ഞാനോ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കില്ലല്ലോ. ഞങ്ങൾ അങ്ങനെയല്ല അലക്സ്, ഞാൻ പറയല്ല, അങ്ങനെ നമ്മൾ എടുക്കരുത്. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് 45 ദിവസം തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വരും. തിരുവനന്തപുരത്തിന്റെ വികസന കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടാകും, കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം ഉണ്ടാകും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ പറയട്ടെ, ഇപ്പോ 7 മണിയായല്ലോ. നാളെ രാവിലെ നിങ്ങളൊന്ന് കാത്തിരിക്കൂ. നിങ്ങൾ അപ്പൊ നിങ്ങളെല്ലാം ചോദിച്ചോട്ടെ 40 ദിവസം വരുമോ എന്ന് ആകാംക്ഷയോടെ. 40 ദിവസം വന്നപ്പോ തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഈ ദിവസത്തിനകം ഇവിടെ വരും എന്ന കാര്യം മാത്രമേ ബിജെപി പാലിക്കുന്നുള്ളൂ. ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുന്നുള്ളൂ. നാളെ രാവിലെ പ്രധാനമന്ത്രി വരുമല്ലോ. പ്രധാനമന്ത്രി നമുക്ക് കാത്തിരിക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും കാണുമല്ലോ. അല്ല, 2 പരിപാടി. ഒരു പ്രധാനമന്ത്രി ഇപ്പൊ ഒരു സംസ്ഥാനത്ത് ഒരു സ്ഥലത്ത് വന്നിട്ട് 2 പരിപാടിയിൽ പങ്കെടുക്കുന്നു. അതുപോലെ അല്ല, അതിൽ നമ്മൾ തൃപ്തരാകണ്ടേ? അല്ല, ഏറ്റവും കൂടുതൽ കേരളം സന്ദർശിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ മന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും. ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം ഇവിടെ 2 പരിപാടികൾ ഉദ്ഘാടനം ചെയ്തില്ലേ? 2 പരിപാടിയിൽ പങ്കെടുക്കുന്നില്ലേ? അതെ, ഞങ്ങൾ PMOയിൽ ഞങ്ങൾക്ക് ലഭിച്ച കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നാളെ
ഇപ്പോഴേ സനക ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഭരണപരമായ കാര്യങ്ങൾ ഒരു ഭരണസമിതി കേന്ദ്ര ഗവൺമെന്റുമായിട്ട് സംസാരിക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് കുറച്ചുകൂടി കൺസൾട്ടേഷന്റെ ആവശ്യമുണ്ട്. സംസ്ഥാന സർക്കാരുമായിട്ടും മറ്റു പല ഘടകങ്ങളുമായിട്ട് കൺസൾട്ടേഷന്റെ ആവശ്യമുണ്ട്. എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അത് വളരെ ക്ലിയർ ആണ്. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. അതായത് നമുക്ക് ഇതിനകത്ത് പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുമായും സംസ്ഥാന ഗവൺമെന്റുമായും നമുക്കൊരു കൺസൾട്ടേഷൻ നടത്താൻ നമുക്ക് അങ്ങനെ ഒരു ഈ പറയുന്ന രീതിയിലുള്ള ഒരു ബ്ലൂ പ്രിന്റ് അങ്ങനെ ഏകപക്ഷീയമായി ഈ കോർപ്പറേഷനായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല. അതല്ലേ എന്റെ കറക്റ്റ്? ഞാൻ പറഞ്ഞത് ബിജു, ഞങ്ങൾക്ക് കുറച്ചുകൂടി ചർച്ചകൾ നടത്തേണ്ടതായിട്ടുണ്ട്. പല മേഖലയിലും ഇപ്പോൾ ടി.പി. ശ്രീനിവാസ് സാറുമായിട്ട് ഒരു ദിവസം സംസാരിക്കാൻ സാധിച്ചത് രാത്രി 11 മണിക്കാണ്. 11 മണി മുതൽ ഒരു മണിക്കൂർ. കാരണം അദ്ദേഹം കുറച്ച് നേരത്തെ സമയം തന്നിരുന്നു, ഞങ്ങൾക്ക് എത്താൻ പറ്റിയില്ല. ഇപ്പോൾ വിജയരാഘവൻ സാർ അദ്ദേഹത്തിന്റെ നോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഫോണിലൂടെയാണ് സംസാരിക്കാൻ സാർ. ആ ദിവസം അദ്ദേഹം ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു. അപ്പൊ തിരുവനന്തപുരത്തിന്റെ സാധ്യതകൾ അറിയാവുന്ന, തിരുവനന്തപുരത്ത് വിജയകരമായ ചില കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അതിന് പിന്നെ പല വകുപ്പ് മന്ത്രിമാരെയും കാണണം.